അച്യുതൻ, ഈ എയർ സ്റ്റേഷനിൽ നിന്ന് ഈ തഹാവൂർ റാണിയെ പുറത്തേക്ക് ഇറക്കിയോ? എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ ഈ റീച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടോ? വലിയ സുരക്ഷാ സന്നാഹം കാണുന്നു അവിടെ. പാലയിലെ എയർഫോഴ്സ് സ്റ്റേഷനിലാണ് ഇപ്പോൾ തഹാവൂർ റാണി എത്തിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കയിൽ പ്രത്യേക വിമാനത്തിൽ പുറപ്പെട്ട തഹാവൂർ റാണി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഈ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് വളരെ സമീപത്തുള്ള പട്യാല NIA കോടതിയിലായിരിക്കും ഹാജരാക്കുക. നമ്മൾ ദൃശ്യങ്ങളടക്കം കാണുന്ന പോലെ വലിയ സുരക്ഷയുണ്ട്. രാജ്യം ഞെട്ടിയ ഭീകരാക്രമണ കേസിൽ പ്രതി കൂടിയാണ് അച്യുതൻ ചെയ്യുന്നത്. അച്യുതൻ, അവിടെ എത്തിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് അവിടെ നമുക്ക് ലഭിക്കുന്നത്? സുഹൈൽ, തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ സ്വഭാവമാണ് ഇന്ത്യ ഇതുവരെയും കാത്തു സൂക്ഷിക്കുന്നത്. എവിടെയാണ് ഈ വിമാനം ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ഇപ്പോഴും ഇതുവരെയും പങ്കുവച്ചിട്ടില്ല. സേനയോ മറ്റ് ആരെങ്കിലും തന്നെ ഇതുവരെയും പങ്കുവച്ചിട്ടില്ല. മറിച്ച് ഈ വിമാനം, പ്രത്യേക വിമാനം പാലം എയർപോർട്ടിൽ ഇറങ്ങിയതായും വിവരമുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് NIA ആസ്ഥാനവുമായി അടുത്തുള്ള ഒരു എയർഫോഴ്സ് സ്റ്റേഷനാണ് ഈ പാലം എയർഫോഴ്സ് സ്റ്റേഷൻ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവിടേക്കാണ് എത്തിക്കുക എന്നതാണ് വിവരം. എന്തായാലും അല്പസമയം മുൻപ് രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ ഈ പാലം എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇതിലെ എന്താണ് എന്നുള്ളത്, എവിടെയാണ് തഹാവൂർ റാണയെ എത്തിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വിവരവും കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട NIA മറ്റ് സുരക്ഷാ സേനയോ ഇതുവരെയും പങ്കുവച്ചിട്ടില്ല എന്നതാണ്. ഇപ്പോഴും ആ രഹസ്യ സ്വഭാവം ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട പാലം എയർഫോഴ്സ് സ്റ്റേഷന് മുൻപിൽ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, പട്യാല കോർട്ടിന് മുൻപിലാണ് ആയാലും NIA ആസ്ഥാനത്തായാലും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വിന്യാസം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ പാലം എയർഫോഴ്സ് സ്റ്റേഷന് മുൻപിൽ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. അല്പം മുൻപാണ് ഇവിടെ നിന്ന് ഈ എയർഫോഴ്സ് സ്റ്റേഷനുള്ളിൽ നിന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പുറത്തേക്ക് പോയത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ആ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ തുടരുകയാണ്. സുഹൈൽ, തീർച്ചയായും അങ്ങേയറ്റം കോൺഫിഡൻഷ്യലായ ഒരു മാറ്റർ ആയിരിക്കും. രാജ്യം നടക്കിയ ഒരു ഭീകരാക്രമണ കേസിലെ പ്രതിയെ 16 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് ലഭിക്കുന്നതാണ്. ഒരുപാട് നിർണായക വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു രാജ്യത്തെ പാകിസ്ഥാന്റെ പങ്കടക്കം തഹാവൂർ റാണിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷ അത് അനിവാര്യമാണ്. ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉപാധിയും അമേരിക്കൻ സുപ്രീം കോടതി ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കൃത്യമായി വിമാനം എവിടെ ഇറങ്ങി എങ്ങോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ കൃത്യമായ വിവരങ്ങളില്ല. എന്നിരുന്നാലും പട്യാല NIA കോടതിയിലായിരിക്കും എത്തിക്കുക എന്ന കാര്യം ഉറപ്പാണ്. എവിടെ ഇറക്കുമെന്ന കാര്യത്തിലാണ് സംശയം.